പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടുപോയത് ഒട്ടേറെ താരങ്ങളാണ്. 8-9 താരങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലൂടെ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ ക്ലബ്ബ് വിട്ടുപോയ താരങ്ങളുടെ മികച്ച റീപ്ലേസ്മെന്റ് എല്ലാം ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയതാവട്ടെ വെറും 3 സൈനിങ് മാത്രമാണ്. കൊയ്ഫിന് പകരമായി വിദേശ സൈനിങ്ങായി ഡുസൻ ലെഗേറ്ററിനെ ടീം സൈൻ ചെയ്തിരുന്നു. ചെന്നൈയിൻ എഫ്സിയിൽ നിന്നും ബികാ ചുംനം എന്ന താരത്തിനെയും ടീം സൈൻ ചെയ്തിരുന്നു. എന്നാൽ താരത്തിനാവട്ടെ ഇപ്പോൾ പരിക്കും. അതിനുശേഷം നടത്തിയ ഒരു സൈനിങ് ആയിരുന്നു ഒഡീഷ എഫ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള കമൽജിത് സിംഗിനെ സൈൻ ചെയ്യുന്നത്. ഇത്രയധികം താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയിട്ടും ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് വെറും 3 സൈനിങ് മാത്രമാണ്. അടുത്തൊരു വാർത്ത, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള പെഡ്രോ ബെനാലി സഹൽ അബ്ദുൽ സമദിനെ കുറിച്ച് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പെഡ്രോ ബെനാലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സഹൽ മികച്ചൊരു താരം തന്നെയാണ്. മോഹൻ ബഗാനെതിരെയുള്ള മത്സരം വന്നപ്പോൾ സഹൽ കളിക്കരുതേ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഡ്യൂറന്റ് കപ്പിലെ ഒരു മത്സരത്തിൽ സഹലിനെ പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് തനിക്കൊന്ന് ആശ്വാസമായത് എന്നായിരുന്നു പെഡ്രോ ബെനാലി പറഞ്ഞിരുന്നത്. അടുത്തൊരു വാർത്ത, ഇനി ISL ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് വേണ്ടിയാണ്. ഏതൊക്കെ ടീം പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ടേബിളിൽ 9ാം സ്ഥാനത്തുള്ള പഞ്ചാബിന് വരെ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാൻ നിലവിൽ ചാൻസ് ഉണ്ട്. ആ ടീമുകളെ സംബന്ധിച്ച് ഇനി വരുന്ന മത്സരങ്ങളെല്ലാം നിർണായകം തന്നെയായിരിക്കും. പ്ലേ ഓഫ് മത്സരങ്ങളുടെ ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 29, 30 എന്നീ ദിവസങ്ങളിലായിരിക്കും നോക്കൌട്ട് മത്സരങ്ങൾ നടന്നേക്കുക. ആദ്യപാദ സെമിഫൈനൽ ഏപ്രിൽ 2, 3 എന്നീ ദിവസങ്ങളിലായിരിക്കും നടന്നേക്കും. രണ്ടാം പാദ സെമിഫൈനൽ ആവട്ടെ ഏപ്രിൽ 6, 7 എന്നീ ദിവസങ്ങളിൽ നടന്നേക്കും. ഈ പ്ലേ ഓഫ് മത്സരങ്ങളുടെ ഡേറ്റ് എല്ലാം ഇന്ന് മാർക്കസ് മെർഗ്ലേവ് ആയിരുന്നു പുറത്തുവിട്ടിരുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.